പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുഹൃദയ ലുത്തിനിയിലെ ഓരോ ഭാഗങ്ങളാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സഹായത്താൽ നമുക്കിന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. സഹ്യോനിലെ എല്ലാ വൈദികരുടെയും എല്ലാ സിസ്റ്റർമാരുടെയും അൽമായ ശുശ്രൂഷകരുടെയും PDMലെയും ASJMലെയും എല്ലാ സെമിനാരി വിദ്യാർത്ഥികളെയും സിസ്റ്റേഴ്സാകും പഠിക്കുന്ന കുട്ടികളെയും എല്ലാം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ അടുത്ത് ഉപവാസങ്ങളും ശനിയാഴ്ച എടുക്കുന്ന ഉപവാസങ്ങളൊക്കെ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് വലിയ കൃപയായി നമ്മുടെ മേൽ വർഷിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കാനാണ് ഒരു പ്രചോദനം കിട്ടുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാം തിരുവചനം, അവനിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങൾ, അവൻ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താനും എന്ന വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. യാക്കോബസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ രോഗികളാകുമ്പോൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും സഭയിലെ ശ്രേഷ്ഠന്മാർ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും എന്ന വചനത്തിന്റെ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ഓ കർത്താവേ, അവിടുന്ന് അവരെ വചനമായിട്ട് സൗഖ്യമാക്കി എന്ന വചന ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ രോഗികളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുന്നു. ചികിത്സയുടെ ഭേദമാകാത്ത രോഗപടികൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ കർത്താവേ, നാളുകളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗപീഠങ്ങൾ, കർത്താവെ, രോഗത്തിന് കാരണമായിരിക്കുന്ന പൈശാചിക പീഠങ്ങൾ, രോഗത്തിന് കാരണമായിരിക്കുന്ന രോഗാണുക്കൾ, രോഗത്തിന് കാരണമായിരിക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ, എല്ലാ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവെ, തിരുസഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ സേവക വട്ടാലത്തിന്റെ കൂട്ടായ്മയിൽ, ഓ കർത്താവേ, ഇപ്പോൾ ഓരോ വ്യക്തികൾ ഇപ്പോൾ ആശീർവദിക്കുന്നു. ഇവരുടെ ശരീരത്തെ ശല്യം ചെയ്യുന്ന രോഗപീഠകളും പൈശാചിക പീഠകളും രോഗത്തിന് കാരണമായിരിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങളും ഈശോയുടെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നി നിബന്ധിക്കട്ടെ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കൈകൾ അടിച്ച് അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഈ ജനതയിൽ ഒഴുകട്ടെ. ഉദര രോഗപീഠങ്ങളെ ശാസിക്കുന്ന ബന്ധിക്ക് വിട്ടുപോവുക. ഈ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കൈകൾ അടിച്ച് മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:30 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇപ്പോൾ ഈ സമൂഹത്തിൽ ഈശോയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഈ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഈ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനം, വടക്കിനോട് വിട്ടുകൊടുക്ക എന്നും തെക്കിനോട് കടയെറിഞ്ഞ് ഞാൻ ആജ്ഞാപിക്കുന്നു. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ കാൽക്കീഴിൽ തകർത്തു കളയും. മലാക്കി 4:3. ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, നിങ്ങൾ അവരുടെ ചാര പോലെയാകും. മത്തായി 18:18. നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിന്റെ അധികാരത്തിൽ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ നൽകപ്പെടുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നാളുകളായി കഠിനമായ പാപബന്ധനങ്ങൾ കുടുങ്ങി കിടക്കുന്നവരോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, വിടുതൽ പ്രാപിക്കുക. ഓ കർത്താവേ, നാളുകളായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധമുള്ള തടസ്സങ്ങൾ, ജോലി മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ തടസ്സങ്ങൾ ലഭിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ച് കൈകൾ അടിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ രക്തത്താൽ മോചിതരാകട്ടെ, പാപത്തിന്റെ കെട്ടുകളെല്ലാം പാപച്ചങ്ങലകൾ വിട്ടൊഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. രക്തത്താൽ മോചിതരാകട്ടെ, പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ, ക്രൂശിൻ കീഴെ തിന്മകൾ കത്തി ചാമ്പലാകട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ, ക്രൂശിൻ കീഴെ തിന്മകൾ കത്തി കൈകൾ ഉയർത്തി കൈയടിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയുടെ തിരുരത്തോട് കഴുകപ്പെടട്ടെ, വലിയ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. തിന്മ വിട്ടൊഴിഞ്ഞു പോയ ഓരോ ശരീരത്തിലേക്കും പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ആരാധന, ആരാധന നിറയട്ടെ, നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സ്നേഹം നിറയട്ടെ, എളിമ നിറയട്ടെ, വരങ്ങൾ നിറയട്ടെ, ഫലങ്ങൾ നിറയട്ടെ, ദാനങ്ങൾ നിറയട്ടെ. ഈശോയുടെ നാമത്തിന് ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അനേകം കുടുംബങ്ങൾക്ക് കർത്താവ് വിടുതൽ നൽകിയിട്ടുണ്ട്. നന്നായി ഹൃദയത്തിൽ വിശ്വസിക്കാം. Praise the Lord. Praise the Lord. വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയ കവാടങ്ങൾ കർത്താവ് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. കുഞ്ഞുങ്ങൾ ഇരട്ടി സന്തോഷത്തിലായിരിക്കുക. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വഭാവം മാറ്റാൻ പ്രതിഫലത്തെ കുറിച്ച് ഓർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തന്നെ സ്വഭാവം പലതരത്തിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാൾ മറ്റു ചില വ്യക്തികളുടെ സ്വഭാവം മാറണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ സ്വഭാവത്തിൽ ആകമാനൊരു വ്യത്യാസം വരാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏറെ സ്പർശിച്ച ഒരു ഭാഗം വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 576-ാമത്തെ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എന്തുകൊണ്ടാണ് അവിടുത്തെ സ്വർഗീയ സിംഹാസനം ഉപേക്ഷിച്ച് ഞങ്ങളോടൊത്ത് അങ്ങ് വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫൗസ്തീൻ ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ എന്തുകൊണ്ടാണെങ്കിൽ സ്വർഗീയ സിംഹാസനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ അങ്ങനെ ഞങ്ങളുടെ മധ്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങ് വസിക്കുന്നത്? ഈശോ മറുപടി പറയുകയാണ്. കർത്താവ് ഉത്തരമരളി, എൻ്റെ മകളെ, സ്നേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. എൻ്റെ മകളെ, എന്നോടുള്ള നിർമ്മല സ്നേഹത്താൽ പ്രേരിതമായി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലവും യോഗ്യതകളും മനസ്സിലാക്കിയാൽ സന്തോഷത്താൽ നീ മരിച്ചു പോകും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്
ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, കുട്ടികൾ കേട്ടെ, മമ്മിയോടുള്ള സ്നേഹത്തെ പ്രതി അല്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചത് തന്നെ ആയിരിക്കും. പക്ഷെ അത് ഈശോയുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാനിത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി, ഒരു മുട്ടുസൂചി താഴെ കിടന്നത് എടുത്ത് മാറ്റി വെച്ചു എന്നുള്ളതായിരിക്കട്ടെ, ചെറിയൊരു പ്രവൃത്തിയാണ്. പക്ഷേ അത് ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നതെങ്കിൽ, ചെറിയ പ്രവൃത്തിയാണെങ്കിലും അതിന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സന്തോഷത്താൽ മരിച്ചു പോകും. ഹല്ലേലൂയ. ഒരു പക്ഷേ ചില പരീക്ഷയൊക്കെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടി കഴിയുമ്പോൾ അല്ലേ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ടല്ലോ. ഹല്ലേലൂയ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി, പക്ഷേ അതുപോലത്തെ ഒരു ജോലി, ഹൈ സാലറി കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, സന്തോഷം കൊണ്ട് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പറയാണ്, സന്തോഷം കൊണ്ട് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിവേ, എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം സത്യമാണ്, പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 16:27, മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതായത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഉണ്ട്, സംശയം വേണ്ട. ദൂതന്മാരോടൊത്ത് കർത്താവ് വരും, സംശയം വേണ്ട. അങ്ങനെ വരുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ഒരു പ്രവൃത്തി ചെയ്തതെങ്കിലും ഓരോരുത്തർക്കുമായിരിക്കും പ്രതിഫലം. കൂട്ടുകാർ ഒരുമിച്ചാണ് ഒരു പ്രവൃത്തി, നന്മയെ ചീത്തയായിക്കോട്ടെ, ചെയ്തതെങ്കിലും ഓരോരുത്തർക്കും പ്രതിഫലമുണ്ട്. അസർട്ടീവായിട്ട്, അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുക. അതൊരു ഒറ്റപ്പെട്ട വചനമല്ല. റോമാലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനം, റോമൻസ് ചാപ്റ്റർ 2:6, എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവർത്തികൾക്ക് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, നന്മയായിക്കോട്ടെ ചീത്തയോ ആയിക്കോട്ടെ, ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ വരും എന്ന് മാത്രമല്ല, അതിന് എണ്ണി പ്രതിഫലമുണ്ട്. വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22:12, ഈശോ പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. അവൻ ന്യായവിധിക്ക് വരുന്നെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും, ഒരു പേടി വരും അല്ലേ. ന്യായവിധി കാര്യം നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസത്തിലാണ്, എങ്കിലും ഒരു ടെൻഷൻ വരാം. പ്രൈസ് ദി ലോർഡ്. കാര്യം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിയമപാലകരൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ. എന്നാൽ സഹോദരങ്ങളെ, ന്യായവിധി ഓർക്കും ഭയങ്കര സന്തോഷം തോന്നണം. ന്യായവിധി ഓർക്കും ഭയങ്കര ഹാപ്പിനെസ്. എന്താ കാരണം? സമ്മാനം കിട്ടുന്നു. ഈശോ വരുന്നത് സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ സമ്മാനം കൊണ്ടെന്ന് ഓർക്കും ഭയങ്കര ഹാപ്പി. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, ആദിമ ജനത അല്ലേ, ഈശോ 2-ാമത്തെ ആഗമനത്തെ ത്വരിതപ്പെടുത്താനുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ട കാരണം അതാണ്. പത്രോസിലേക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2:13, അത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് പറയാണ്. എല്ലാത്തിനും പ്രതിഫലമുണ്ട്. അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും. പട്ടാപകൽ മധുരോത്സവത്തിൽ മുഴുകുന്നത് അവർ ആനന്ദപ്രദമായി എണ്ണുന്നു. നിങ്ങളടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ചു മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു. അവർ കലങ്കവും വൈകല്യവും നിറഞ്ഞവരാണ്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആൾക്കാരെ കുറിച്ച് പറയുകയാണ്, അവർക്ക് തിന്മയ്ക്ക് അതുപോലത്തെ പ്രതിഫലം നൽകും. പൗലോസ്ലീഹായെ ചെമ്പുമണിക്കാരനായ അലക്സാണ്ടർ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ട് 2 തിമോത്തി 4:14 അതിനെക്കുറിച്ച് പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചെമ്പുമണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു, കർത്താവ് അവന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലമുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? ഈ പ്രതിഫലത്തിന്റെ പ്രത്യേകത വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ഒരു ജോലിയൊക്കെ ജോലി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ തമ്മിൽ ഇച്ചിരി ഉടക്കായി പ്രശ്നമായി, ഇനി നിനക്ക് പ്രതിഫലം വേണ്ട, ക്യാഷും വേണ്ട, നീ വെച്ചോ
എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതൊന്ന് പ്രതിഫലം സ്വീകരിക്കാതെ ചില വിഷമിച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ന്യായവിധിയിൽ പ്രത്യേകത എനിക്കിത് വേണ്ട, നന്മയാണെങ്കിലും ശരി തിന്മയാണെങ്കിലും ശരി വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുകയില്ല. ഇത് സ്വീകരിച്ചേ പറ്റൂ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5:10 വചനം. 2 Corinthians chapter 5:10. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതകൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അതുകൊണ്ട് ഒഴികഴിവില്ല, ഇത് പ്രതിഫലം സ്വീകരിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നന്മയ്ക്ക് നന്മയുടെ പ്രതിഫലം, അല്ലെങ്കിൽ തിന്മയ്ക്ക് തിന്മയുടെ പ്രതിഫലം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ട് വരുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം എങ്ങനെ, പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കാം. നമ്മൾ ഒരുപക്ഷെ കുടുംബജീവൻ നയിക്കുന്നവരാകാം, സന്യാസ ജീവൻ നയിക്കുന്നവരാകാം, വൈദിക ജീവൻ നയിക്കുന്നവരാകാം, ഏകസ ജീവൻ നയിക്കുന്നവരാകാം, അതിനകത്ത് തന്നെ പൊതുപ്രവർത്തനം നടത്തുന്നവരുണ്ട്, അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ആരാണെങ്കിലും ശരി, ഒന്ന് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. വെറുതെ അല്ല, ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പ്രതിഫലം ഉണ്ടെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്തിന് പ്രതിഫലമുണ്ട്? വെറുതെ എന്നൊരു ഏർപ്പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിളിൽ ഓരോരുത്തരെ വിളിക്കുമ്പോൾ പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഈശോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് മുന്തിരിത്തോട്ടത്തിൽ കൃഷിക്കാരെ വിളിക്കുമ്പോഴും എല്ലാ കേസും പഠിക്കുക. പ്രതിഫലം ഇല്ലാത്ത ഏർപ്പാടില്ല, പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഹെബ്രായ ലേഖനത്തിൽ 11:6 ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ, അതായത് നമ്മൾ, ഈശോയിലാണ് നമ്മുടെ ശരണം. ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പോരാ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹെനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ ഭാഗത്തിലാണ് ഈ വചനം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്നവര്, ദൈവത്തിൽ വിശ്വസിക്കുന്നവര് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കും. എന്ത് കാര്യം ചെയ്താലും പ്രതിഫലമുണ്ട്. അപ്പൊ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വേണം. നമ്മൾ ചിന്തിച്ച് നോക്കുക, ബൈബിളിൽ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറിയില്ലേ? യുഗങ്ങൾക്ക് മുമ്പ്, ഈശോയുടെ ആഗമനത്തിന് മുമ്പ്, പഴയ നിയമത്തിൽ ഈശോയുടെ ആഗമനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്, കന്യകയിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് തുടങ്ങി പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് നിറവേറാതെ പോയത്? ഈശോയുടെ മനുഷ്യാവതാരത്തിന് ശേഷം ഈശോ പറഞ്ഞ ഏത് കാര്യവും നിറവേറാതെ പോയത്? പീഡിപ്പിക്കും, അല്ലെങ്കിൽ മരിക്കും, ഉയർക്കും, അതെല്ലാം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. രാജ്യത്തിന്റെ സുവിശേഷം ലോകം പ്രഘോഷിക്കുക സംഭവിച്ചു. ഈശോ പറഞ്ഞ എല്ലാം നിറവേറി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരൻ, ഇത് നിറവേറാതിരിക്കുകയില്ല എന്ന് അത്ര ഉറച്ച് അങ്ങോട്ട് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. അതുപോരാ, പ്രതിഫലത്തെ കണ്ടോണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ഒരു വർക്ക് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ആ പ്രതിഫലത്തെ കണ്ടോണ്ട് എന്ന് പറയുന്നത് പോലെ പ്രതിഫലം കണ്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് പ്രതിഫലം ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, പണ്ട് എനിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നു, അതായത് വീട്ടിലെ കശുവണ്ടി, ഇതിലെ കപ്പലോ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കശുവണ്ടിയൊക്കെ പെറുക്കി കൂട്ടണം. അതെല്ലാം വീണ് കിടക്കുന്നതെല്ലാം പെറുക്കി അതെല്ലാം ചാച്ചൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം പെറുക്കി കൂട്ടണം. അപ്പോൾ എന്നോട് പറയും, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കഞ്ഞി അല്ല ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പറയും, വേഗം പോയി കശുവണ്ടി പെറുക്കാൻ വേണ്ടി പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ കളിക്കാൻ പോകാനുള്ള ത്രില്ലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കശുവണ്ടി ഒരു വക പെറുക്കും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊക്കെ പെറുക്കി. അപ്പോൾ ചിലപ്പോൾ ചാച്ചൻ ചോദിക്കും, അല്ല അമ്മച്ചി ചോദിക്കും, അത് ഇത്ര പെട്ടെന്ന് പെറുക്കി കഴിഞ്ഞോ? അപ്പോൾ ഇത്ര കഴിഞ്ഞു ഫുള്ള് പെറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ നമ്മൾ ഫുള്ള് പെറുക്കിയിട്ടുണ്ടാകുന്ന നിർബന്ധമില്ല. എന്നാൽ സഹോദരങ്ങൾ, പിന്നെ കശുവണ്ടി പെറുക്കിൽ എങ്ങനെ പുരോഗമിച്ച് പിന്നെ അത് തീരാറാവും. അങ്ങനെ തീരാറാകുമ്പോൾ ഒരു പക്ഷേ പഴയ കുടുംബങ്ങളെ, പഴയ കാരണവന്മാർക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. അതെന്നിട്ട് ചാച്ചൻ ചിലപ്പോൾ പറയും, ഇനിയുള്ളത് വേണമെങ്കിൽ നീ പെരുന്നാൾ കൂടാൻ വേണ്ടി നീ അതെല്ലാം പെറുക്കിയെടുത്ത് വെച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പിന്നീട് പെറുക്കുന്ന കശുവണ്ടിയെല്ലാം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അത് ചാച്ചൻ കപ്പലിന് മുഴുവൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തൂക്കി കൊടുത്ത് വിടാം. എന്നിട്ട് അതിൻ്റെ കാശ് ഇങ്ങോട്ട് എണ്ണി ചാച്ചനിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഞാൻ കശുവണ്ടി പെറുക്കുന്ന ഒരു പെറുക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അത് നേരത്തെ ചെയ്ത പോലെയല്ല. അതും ശരിക്കും എല്ലായിടത്തും ഇറങ്ങി ആ കുഴിയിൽ നോക്കി കുലുക്കി പറിച്ച് അവിടെ നോക്കി ഇവിടെ കംപ്ലീറ്റ് പെറുക്കി എടുക്കും. കാരണം എന്താ? അതിന് പ്രതിഫലമുണ്ട്.
അത് എണ്ണി ചാച്ചന് തൂക്കി കൊടുത്തരുമ്പോൾ ചാച്ചന് കാശ് തരും. എന്നിട്ട് വേണം പെരുന്നാൾ പറമ്പിൽ പോയി പണ്ട് എന്താ പൊട്ടാസ് മേടിക്കണം, തോക്ക് മേടിക്കണം, അത് മേടിക്കണം, വണ്ടി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ സ്ഥിതി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. അതുപോരാ, ഈ പ്രതിഫലത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെയാണ് ബൈബിളിൽ നല്ല കൃപയിലുള്ളവർ ജീവിച്ചത്. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, ഹീബ്രോസ് ചാപ്റ്റർ 11:26, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറയാണ്, മോശയെ കുറിച്ച് പറയുന്ന വെളിപ്പെടുത്തലോട് ചേർന്ന് പറയാണ്. അതായത് സംഭവിക്കുന്ന നിന്ദനങ്ങള് അതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താ? പ്രതിഫലത്തിലാണ് ദൃഷ്ടി പതിപ്പിച്ചത്. ഹല്ലേലൂയ. ആ നിന്ദനങ്ങളൊക്കെ വിലയേറിയ സമ്പത്തായിട്ട് തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത മനുഷ്യർക്ക് സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ നിർബന്ധമില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 2:22, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2:22, ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏൽക്കാതെ പാപത്തിന്റെ കൂട്ടുകെട്ടിൽ പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ളവര് ചിലപ്പോൾ മദ്യപിച്ച് കമ്പനി കൂടി പലതരത്തിലുള്ള ക്ലബ്ബുകള്, പലതരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങള്, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതിലൊന്നും പെടാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മാറി പോകാതെ ഇങ്ങനെ മാറി നീച്ച് ജീവിക്കുമ്പോൾ എന്നതാ ലോകത്തിന്റെ ഒരു ഭോഷൻ എന്നൊക്കെ പറഞ്ഞ് ലോകം കളിയാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിശുദ്ധിക്ക് പ്രതിഫലമുണ്ട്, ഈ മാറ്റി നിർത്തപ്പെടുന്ന പ്രതിഫലമുണ്ട്, ഇങ്ങനെ ജീവിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അങ്ങനെ പ്രതിഫലം ഇല്ലാത്തവന് ഇതെല്ലാം ദോഷബദ്ധമായിട്ട് തോന്നും. അങ്ങനെ അവരെ പോലെ ആകാമായിരുന്നു, ഇവരെ പോലെ ആകാമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. വിശുദ്ധിയുടെ പ്രതിഫലത്തെ കുറിച്ച് ചിന്തയില്ലാത്തവർക്കാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തേത് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തേത് ഈ പ്രതിഫലം കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ. മൂന്നാമത്തെ കാര്യം, അത് ടോപ്പാണ്, എന്താണെന്നറിയാവോ? പ്രതിഫലം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്നാ പണം ഇരട്ടിപ്പോ തട്ടിപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ചില ആൾക്കാർ പോയി ശരിക്കും വചനം ലംഘിച്ച് അതിലൊക്കെ ചാടി അവസാനം ഒരു പ്രത്യേക അവസ്ഥയാകുന്ന പല കേസുകളും കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അതല്ലാതെ തന്നെ, ആ വചനം ലംഘിക്കുന്ന വഴിയല്ലാതെ സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങളുടെ പ്രതിഫലം വർദ്ധിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ പ്രതിഫലം കൂടെ വർദ്ധിക്കണം, നമ്മുടെ വർദ്ധിക്കണം, മറ്റുള്ളവരെ വർദ്ധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ തന്നെ ചില നല്ല നല്ല ബെസ്റ്റ് മെത്തഡോളജികൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേതാണ് പ്രതിഫലം വർദ്ധിപ്പിക്കണം. സാധാരണ പ്രതിഫലം എങ്ങനെ കിട്ടും? അതൊരു ലെവലിൽ പോരും, അതല്ല ടോപ്പ് പ്രതിഫലം കിട്ടണം. ഹല്ലേലൂയ. ലെവൽ കയറി പോകണം. അങ്ങനെ പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില കുറുക്ക് വഴികളുണ്ട്. ഒന്നാമത്തെ കുറുക്ക് വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയാവോ? മറ്റുള്ളവർ നമ്മളെ ദുഷിക്കുമ്പോൾ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രതിഫലം ഉണ്ടല്ലോ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തങ്ങോട്ട് കയറും. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ, ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 5:11-12, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. എന്താ കാരണം? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ടോപ്പ് വലുതായിരിക്കും പ്രതിഫലം. ഇപ്പൊ പ്രതിഫലം വർദ്ധിപ്പിക്കണം. അതാണ് സഹോദരങ്ങളെ, ഒന്ന് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം, 2 പ്രതിഫലം കണ്ട് ജീവിക്കണം. അപ്പൊ പ്രതിഫലത്തിന്റെ ചിന്തയില്ലെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ അപവാദം പറഞ്ഞ് ഒന്ന് കളിയാക്കി അല്ലെങ്കിൽ ഒന്ന് ദുഷിച്ച് പറഞ്ഞ് മനസ്സവാച ചിന്തിക്കാത്ത കാര്യത്തെ കുറിച്ച് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി പിന്നെ കണ്ണീരായി വിലാപമായി പിന്നെ എന്തൊക്കെയായി അതൊക്കെയായി. എന്നാൽ പ്രതിഫലത്തിൽ ചിന്ത ഭയങ്കര ഹാപ്പി, കാരണം പ്രതിഫലം കയറുമല്ലേ. എന്താ എക്സ്ചേഞ്ചോ അങ്ങനെയൊക്കെ പലത് വചനം ലംഘിക്കുന്ന ഒന്നും പോകാൻ പാടില്ല.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഓരോ ദിവസവും പ്രതിഫലങ്ങൾ വർദ്ധിച്ച് വരുന്ന കാണുന്നത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എൻ്റെ സഹോദരങ്ങളെ, പ്രതിഫലം വർദ്ധിപ്പിക്കാൻ രണ്ടാമത്തെ ബൈബിൾ പറയുന്ന ഒരു മാർഗമാണ് സ്വമനസാലെ ചെയ്യണം. സ്വന്തം മനസാലെ ചെയ്യണം, സ്വതന്ത്ര മനസ്സായിട്ട് ചെയ്യണം. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം, ഞാൻ സ്വമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. പൗലോസ്ലീഹ സുവിശേഷം പ്രഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, ഇതെൻ്റെ കടമയാണ്, ഇത് ഞാൻ സ്വമനസ ചെയ്യുന്നെങ്കിൽ ഈ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർബന്ധിച്ച് കെട്ടി ഉന്തി തള്ളി അങ്ങനെയല്ല. എൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സന്തോഷത്തോടെ സ്വമനസാൽ ചാടി ചെയ്യുക. ഹല്ലേലൂയ. അതിന് പ്രതിഫലമുണ്ട്. മറ്റേത് ഡ്യൂട്ടി ഇട്ട് നിയമം വെച്ച് അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത് അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ ടോപ്പ് പ്രതിഫലം സ്വമനസാലെ വർദ്ധിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ മാർഗം ഇതാണ്, പകരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ, തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. അടുത്ത വാക്ക് ഉറക്കെ അങ്ങ് വായിച്ചു, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. മറ്റൊരു വചനം ലൂക്കാ 6:35, എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം കണ്ടോ വലുതായിരിക്കും. സാധാരണഗതി വായ്പ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ കൊടുക്കുകയുള്ളൂ, അത് വേറെ വിഷയം. പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. മത്തായി 5:46, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം ലഭിക്കുക? ചുങ്കക്കാര് പോലും ചെയ്യുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ മാർഗം, ഈശോയുടെ നാമത്തിൽ ചെയ്യണം. എന്ത് ചെയ്താലും ഈശോയുടെ നാമത്തിൽ ചെയ്യണം. അതാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പൗസ്തീന പറഞ്ഞതൊക്കെ. ഈശോ പറയും, മരിച്ചു പോകും നീ കേട്ടാൽ. മാർക്കോസ് 9:41, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ആരുടെ നാമത്തിലാ? ഈശോ എന്ന നാമത്തിൽ. അപ്പൊ നമ്മൾ എന്ത് നന്മ ചെയ്യുമ്പോഴും നന്ദി പറയുമ്പോഴൊക്കെ ഈശോയുടെ നാമത്തിൽ ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് ചെയ്യാം, ഈശോയെ പ്രതി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യമാണ് ശിഷ്യന് എന്ന നിലയിൽ ചെയ്യണം. മത്തായിയുടെ ശേഷം 10:42, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു മാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു വചനത്തിന് തന്നെ 2 വശമാണ്. ചെയ്യുമ്പോൾ ഈശോയുടെ ശിഷ്യന് ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത മനസ്സിൽ വെച്ചോണ്ട് ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, 1 പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം, 2 പ്രതിഫലം കണ്ടുകൊണ്ട് ജീവിക്കണം, 3 പ്രതിഫലം വർദ്ധിപ്പിക്കണം. പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യണം, സ്വമനസാരെ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, അതേപോലെ തന്നെ ശിഷ്യനെ എന്ന നിലയിൽ ചെയ്യണം. എന്തുമാത്രം കാര്യങ്ങളാ സഹോദരങ്ങളെ. സർവോപരി മറ്റുള്ളവർ ദുഷിക്കുമ്പോൾ സന്തോഷത്തോടെ എടുക്കുക, പ്രതിഫലം കുതിച്ചുയരും. ഹല്ലേലൂയ. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ആരാധനയിൽ ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. എത്ര തീരുമാനമെടുത്താലും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വചനം ഓർക്കുകയല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീണ് പോവുകയാണ്. കർത്താവേ, ഞാൻ അങ്ങയോട് സഹായം ചോദിക്കുകയാണ്. സങ്കീർത്തനോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്നാണ് എൻ്റെ സഹായകൻ. കർത്താവ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഈശോയാണ് സഹായം. കർത്താവ്
പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. ഉള്ളൊരുകി ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 നീ മാത്രമേ സഹായം നീ മാത്രമേ സഹായം. കൈകൾ ഉയർത്തി ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും സഹായകനായി ഈശോയെ വിളിക്കുന്നു.